Okay, dear students, നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലെ കോർ പേപ്പർ എന്ന് പറഞ്ഞത് തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി 2 ആയിരുന്നു. സോ തേർഡ് സെമസ്റ്ററിൽ ഫിസിക്കൽ കെമിസ്ട്രി 1 ആണ്. ആൻഡ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ഇസ് അബൌട്ട് ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഓൾറെഡി +2 ലെവലിൽ കുറച്ചൊക്കെ പഠിച്ച ടോപ്പിക് ആയിരിക്കും. ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. വാട്ട് ആർ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സും പഠിച്ചിട്ടുണ്ടാവും. So in this third semester we are studying more about the gaseous state. എന്തുകൊണ്ടായിരിക്കാം gaseous states നമ്മളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? The main reason is that ഒരു ചെറിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറോ പ്രഷറോ ഉണ്ടെങ്കിൽ അതൊരു gaseous സ്റ്റേറ്റിലുണ്ടെങ്കിൽ it can be easily observed. That is why the gaseous state is giving more importance. That is given here, a slight increase in the physical condition of temperature or pressure can be easily observed. So that is why we are giving more importance to this gaseous state. ഇനി ഓരോ സ്റ്റേറ്റ്സിൻ്റെയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ 3 എണ്ണമായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുക. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇത് മാത്രമല്ല പ്ലാസ്മ എന്ന് പറയുന്നൊരു സ്റ്റേറ്റും കൂടെ ഉണ്ട്. അതറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ സോളിഡും ലിക്വിഡും ഗ്യാസും പ്ലാസ്മയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോളിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ സ്ഫിയേഴ്സ്. ഈ ഓരോ മോളിക്യൂൾസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓൾ ദീസ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആൻഡ് ദേ ആർ ഹെൽഡ് ഫേംലി. ദാറ്റ് മീൻസ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ഹൈ. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ക്യാൻ വൈബ്രേറ്റ് ഓൺലി വിതിൻ എ ലിമിറ്റഡ് ഏരിയ. ഒരുപാട് വൈബ്രേഷൻ ഉണ്ടാവില്ല, ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ബട്ട് ഓൺലി വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ദ സോളിഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ഇസ് ലിക്വിഡ്. ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഈസ് നോട്ട് ഇൻ എ റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺസ്. ദ മോളിക്യൂൾസ് ആർ നോട്ട് ഇൻ എ റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺസ്. അതർ ദാൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിക്വിഡ് ഫ്ലോ ഈസിലി അറൗണ്ട് വൺ another. Then the force of attraction between the molecule is less than that of the solid. Okay. One more thing is that the liquid assume the shape of their container. Shape illa ennu namukku ariyan pattilla. Liquid has a shape in which the shape of the container in which it contains. The next is the gas molecule. അതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗ്യാസ് മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ദാറ്റ് മീൻസ് നോർമലി അതെന്തല്ല ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. എല്ലാ ഡയറക്ഷനിലോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? അതാണ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ദ നെക്സ്റ്റ് ഇസ് പ്ലാസ്മ. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നോർമലി നമുക്കറിയാം ഒരു സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിക്കോട്ടെ, ആ സ്റ്റേറ്റിൽ എന്തുണ്ടാകും? ആറ്റംസ് ഉണ്ടാകും. വാട്ട് ഈസ് ആൻ ആറ്റം? Atom which consists of a nucleus, center part which consists of a nucleus, and electrons are revolving around it. So nucleus is of having the positive charge and negative charge electron is revolving around the nucleus. That is a condition for an atom. So what is a plasma? So at very high temperature there is a possibility to lose electron from an atom. So what will happen if a electron is lost from an atom? That means it gets separated into the positive charge nucleus and a negative charge electron. That is seen here. Okay, the രണ്ട് separated ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. Here what is given is that at the very high temperature of stars, atoms lost their electron. The mixture of electrons and a nuclei that result is the plasma state of matter. ഇത് പുതിയതായിട്ട് വന്നൊരു, പുതിയതായിട്ട് എന്നല്ല, ഇത് പുതിയ നമ്മൾ ന്യൂ ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് ഇവിടെ. അതായത് സോളിഡ് റിജിഡ്, ലിക്വിഡ് ഇസ് നോട്ട് റിജിഡ് ആൻഡ് ഗ്യാസ് ഇസ് ഓൾസോ നോട്ട് റിജിഡ്. സോളിഡ് ഇസ് ഓഫ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം, ബട്ട് ലിക്വിഡ് ഡസൻ ഹാവ് എ ഷേപ്പ് ബട്ട് ഇറ്റ് ഹാസ് എ വോളിയം. ഗ്യാസ് ഡസൻ ഹാവ് എ ഷേപ്പ് ആൻഡ് ഡസൻ ഹാവ് എ വോളിയം ഓൾസോ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്തോട്ട് എൻട്രി ചെയ്യാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് എൻട്രി ചെയ്യാണ്. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഒരുപാട് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് വാട്ട് ആർ ദ തിയറീസ്? അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു തിയറിയാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് ഓർ കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ്.
ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പുതിയതായിരിക്കും. And this is a model or this is a theory which was first proposed by the Bernoulli, and it is later extended by the Clausius, Maxwell Boltzmann and von Neumann. These are the scientists who extended the theory which is proposed, kinetic molecular theory which is proposed by Bernoulli. So either theory വരുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ആ ഒരു തിയറി പ്രപ്പോസ് ചെയ്തവരോ അതല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തവരോ ആ ഒരു തിയറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വി ആർ going to discuss what are the postulates of the kinetic molecular theory of gases. Okay, though we can see the first postulate കാണിച്ചിട്ടുണ്ട്. ഒരു ക്യൂബിക് ആനറിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ക്യൂബിനകത്ത് ഒരുപാട് മോളിക്യൂൾസിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഇന്ന് നമുക്കറിയാം മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ പാർട്ടിക്കിളാണ്. മാത്രമല്ല ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസ് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നതും അതുപോലെ ഓക്സിജൻ എന്ന് പറയുകയാണെങ്കിൽ ഓക്സിജനകത്തുള്ള എല്ലാ മോളിക്യൂൾസും ഐഡൻറ്റിക്കൽ ആയിരിക്കും. നൈട്രജനകത്തുള്ള എല്ലാ മോളിക്യൂൾസും എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. A gas consists of a large number of very small particles called molecules, and all molecules of a same gas are identical but differ from those of other gas. Okay, this is the first postulate and it is an easy postulate. Next postulate എന്ന് പറയുന്നത് നിങ്ങൾ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കി ഞാനൊരു ജസ്റ്റ് ഒരു ഗ്യാസിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. നോർമലി ഗ്യാസ് ഇങ്ങനെയാണോ ഉണ്ടാകുന്നത് അല്ലേ? ഇറ്റ് ഈസ് the intermolecular force of attraction is very low. ഇവിടെ ഞാൻ കാണിച്ചു ഈ ഗ്യാസ് മോളിക്യൂൾസിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു ഒന്ന് ഓർഡേർഡ് ആയിട്ട് വെച്ചു. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നു. ഈ ഒരു നോക്കുന്ന സമയത്ത് ടോട്ടൽ വോളിയത്തെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോളിക്യൂള് പിന്നെ നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. മൊത്തം ഏരിയയെ മൊത്തം വോളിയത്തെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരൊറ്റ ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ പോസ്റ്റുലേറ്റ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ദ മോളിക്യൂൾ ആർ സോ സ്മോൾ ദാറ്റ് ദെയർ ആക്ച്വൽ വോളിയം ഇസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ and this blank one is the total volume occupied by the gas. So that is the second postulate of kinetic molecular theory of gaseous state. And the next postulate is that ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നേരത്തെ പോലെ ഒരു ക്യൂബിനകത്ത് മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസിൻ്റെ ഡയറക്ഷൻസ് ആണ് കാണിക്കുന്നത്. എല്ലാ മോളിക്യൂൾസിൻ്റെയും ഡയറക്ഷൻ എന്തല്ല? സെയിം അല്ല, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആണ്. That means the molecule are in a random motion. ഇപ്പോൾ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് എല്ലാം ഒരേ രീതിയിലല്ല, മറിച്ച് സ്പ്രെഡ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ there is a possibility to collide each other, isn't it? So that is the third postulate. That means the molecules within a container are in a random motion. That is, they collide with each other and also on the walls of the container. Normally അത് ഉണ്ടാവും. കാരണം if a gas is in a container, there is a possibility for the gas to collide on the walls of the container. So that is the third postulate, which is also easy for you. And the next postulate is, നമ്മളിപ്പോൾ പറഞ്ഞു there is a possibility for the collisions of the molecule. We know that there are different types of collision: elastic collision, inelastic collision, etc. and etc. So in the case of the gaseous states, all molecular collisions are perfectly elastic. So that means it is a postulate. The scientist is considering as the molecular collisions taking place in gas is perfectly elastic, and that means there is elasticity means, or elastic collision means there is no net loss of energy, and that means the energy is transferred from one partner to the other partner. Okay, that is the fourth postulate, and which is also easy for you. Then we can go to the next postulate. That means, what is the pressure of a gas? The pressure of a gas is that the pressure exerted by the gas molecule on the walls of the container.
or the pressure of a gas is due to the elastic bombardment of the molecule on the walls of the container. നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ത് ഗ്യാസിനെ നമ്മൾ കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ there is a possibility for the gas molecule to collide on the walls of the container, and that collision, that property is considered as the pressure of the gas. That means the pressure of a gas is the pressure exerted by the molecule on the walls of the container. That is the pressure of the gas. So that is all about the fifth postulate, and next we can go to the sixth postulate, which is very simple to understand. So let me show it. And the sixth one is there is no force of attraction between molecules. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റുലേറ്റ് ആണ്, there is no force of attraction between the molecules. ഇത് പ്രാക്ടിക്കലി എത്രമാത്രം പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇവിടെ കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ എന്താണ് ചെയ്യുന്നത്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആൻഡ് വി വിൽ ഡിസ്കസ് ലേറ്റർ. The next one, or seventh postulate, is the average kinetic energy of the molecule is directly proportional to the absolute temperature. It is already known for you. That means that as the temperature increases, the kinetic energy of the molecule increases. Okay, it is very clear, and that is the seventh postulate. And last one is that the gravity has no effect on the movement of the molecules. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. But the gravity is not considered on the movement of the molecule. So these are the 8 postulates of kinetic molecular theory. And the next we are going to explain about, or we are going to explain what are the differences between the ideal gas and real gas. ഇതും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയൽ നേച്ചർ അല്ലെങ്കിൽ റിയൽ നേച്ചർ എന്നൊക്കെ പറയും. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോച്ചൽ, റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, O2, N2, H2. എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? പകരം എഗ്രി വിത്ത് എസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ എല്ലാ എസംഷൻസും എന്ത് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നു. എന്നാൽ റിയൽ ഗ്യാസ് എന്ത് ചെയ്യില്ല, എല്ലാ ഇതും എഗ്രി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഡു നോട്ട് എഗ്രി. അതിനകത്തുള്ള ചിലത് എന്ത് ചെയ്യുന്നില്ല, എഗ്രി ചെയ്യുന്നില്ല. ഐഡിയൽ ഗ്യാസ്, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഒബേസ് ഗ്യാസ് ലോസ് അണ്ടർ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമുക്കറിയാം ഗ്യാസ് ഒബേ ചെയ്യുന്ന ഒരുപാട് ഗ്യാസ് ലോസുകളുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ എന്ന് പറയുന്ന ഒരുപാട് ലോസുകളുണ്ട്. ഈ ലോസ് എല്ലാം ഐഡിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഒബേ ചെയ്യുന്നു അണ്ടർ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ ഒരു കൺസിഡറേഷനും ഇല്ല, എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യുന്നു, ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നു. പക്ഷെ റിയൽ ഗ്യാസിൽ അങ്ങനെയല്ല. എന്താണ്, the gas lows under moderate condition of temperature and pressure. At that time only the real gas obeys the gas law. Okay, at a very low temperature and a very high pressure എന്നാണ് ഇവിടെ, ടെമ്പറേച്ചർ അല്ല. So at very low temperature and high pressure the real gas shown deviation from the ideal gas behavior. Okay, then one more comparison is that ideal gas എന്ന് പറയുന്നത് the actual volume of the molecule is negligible. നമ്മൾ നേരത്തെ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മോളിക്യൂളിന് ടോട്ടൽ ഏരിയ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു പ്ലേസിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹിയർ ഇൻ ദ റിയൽ ഗ്യാസ് ദ ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഇസ് കൺസിഡേർഡ്. ഇവിടെ ഓരോ മോളിക്യൂളിൻ്റെയും വോളിയത്തെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ദെൻ അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ്, ഞാൻ നേരത്തെ പറഞ്ഞു, എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല, എന്നാലും ആ ഒരു പോയിൻ്റാണ്, നോ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഇവിടെ റിയൽ ഗ്യാസിലാണെങ്കിലോ ദർ ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ്, ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസസിനാണ് കൂടുതലായിട്ട് ചാൻസസ് ഉള്ളത്. ദാറ്റ് മീൻസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരുന്നാലും ഉണ്ടാകും, മോളിക്യൂൾസ് ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും എല്ലാത്തിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് molecular collisions are elastic in ideal situation, so non-elastic in the which situation, real gas situation.